ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ, അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ ബാറ്ററി മാറേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4-5 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ള അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ ബാറ്ററി ഏതെങ്കിലും കാരണവശാൽ മാറേണ്ടി വരികയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മാറേണ്ടതായിട്ട് വരും. കാലപ്പഴക്കം കൊണ്ട് ഡാമേജ് ആവുന്നതും, അതുപോലെ തന്നെ ബാറ്ററി വീർത്ത് വരുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കുറയുന്നത് കൊണ്ടും, ചാർജിങ് ഇഷ്യൂസ് കൊണ്ടും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളൊരു ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത്, ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ അടുത്ത് ഒന്നാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ ഇടുന്ന ബാറ്ററി ഒറിജിനൽ ആണോ അല്ലെങ്കിൽ കേപ്പബിൾ ആണോ എന്നുള്ളത്, അതായത് ഒരു ബ്രാൻഡഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം പല കമ്പനികളുടെയും ഒറിജിനൽ ബാറ്ററികൾ ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടെക്നീഷ്യന്മാർ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുന്നത് ഒരു കേപ്പബിൾ ബാറ്ററി ആയിരിക്കും. അതായത് ഒരു മറ്റേതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ കേപ്പബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും കോപ്പി ബാറ്ററി ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കോപ്പി ബാറ്ററി ആണ് നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുന്നത് എന്ന് ടെക്നീഷ്യൻ പറയുകയാണെങ്കിൽ, കോപ്പി ബാറ്ററി അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ട് മറ്റേതെങ്കിലും ബാറ്ററി അത് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഇപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് മിക്കവാറും നമുക്ക് അവൈലബിൾ ആവുന്നത്. പക്ഷേ നിങ്ങൾ പറയേണ്ടതെന്ന് പറയുന്നത്, ഒരു കോപ്പി ബാറ്ററി ഇട്ടോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിൽ നിങ്ങൾ ഫ്യൂസബിൾ റെസിസ്റ്ററുള്ള ബാറ്ററി തന്നെ ഇടാൻ നിങ്ങൾ പ്രത്യേകിച്ച് അവിടെ പറയാം. ഫ്യൂസബിൾ റെസിസ്റ്റർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഫ്യൂസബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഇവിടെ ഒരു ബോർഡുണ്ട്, BMS ബോർഡ്, ബാറ്ററി പ്രൊട്ടക്ഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു BMS ബോർഡ്. ഈ ഒരു ഭാഗത്ത് BMS ബോർഡുണ്ട്. ഈ ഒരു BMS ബോർഡിൽ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. അതായത് ഇതേപോലുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫ്യൂസ് നമ്മുടെ BMS ബോർഡിലുണ്ട്. ഈ ഒരു BMS ബോർഡിൽ ഈ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റർ ഉള്ള ബാറ്ററി തന്നെ ഇടാൻ പറയുക. ചില ഫോണുകളുടെ ബോർഡുകളിൽ ഇങ്ങനത്തെ ഈ ഒരു ഫ്യൂസിബിൾ റെസിസ്റ്റർ, ഈ ഒരു ബോർഡിൽ ഫ്യൂസിബിൾ റെസിസ്റ്റർ ഇല്ല. അപ്പോൾ ഇത്തരം ബാറ്ററികൾ വളരെ ലോക്കലായിട്ടുള്ളൊരു ബാറ്ററിയാണ്. അത്തരം ബാറ്ററികൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്തിരി ക്വാളിറ്റിയുള്ള BMS ബോർഡിൽ ഫ്യൂസിബിൾ റെസിസ്റ്റർ ഉള്ള ബാറ്ററി തന്നെ ഇടാൻ നിങ്ങൾ പ്രത്യേകിച്ച് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ഇടരുത്. കാരണം എന്ന് പറയുന്നത്, ഫ്യൂസിബിൾ റെസിസ്റ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്കോ ബോർഡിനോ അല്ലെങ്കിൽ ഫോണിനോ യാതൊരു പ്രൊട്ടക്ഷനും കാണത്തില്ല. അതുകൊണ്ട് ഫ്യൂസബിൾ റെസിസ്റ്റർ ഉള്ള ബാറ്ററി തന്നെ ഇടാൻ നിങ്ങൾ മെയിനായിട്ട് പറയുക. ഓക്കെ, ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ അതിനകത്ത് കാണും. അപ്പോൾ നിങ്ങളൊരു കോപ്പി ബാറ്ററി ആണ് നിങ്ങളുടെ ഫോണിൽ ഇടുന്നതെങ്കിൽ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ് ഇടുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ടെക്നീഷ്യനോട് നിങ്ങൾ പറയുക, ബോർഡിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം ബാറ്ററി ഇടാൻ പറയുക, പുതിയ ബാറ്ററി യൂസ് ചെയ്യാൻ പറയുക. ഓക്കെ, നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് അവർക്ക് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു DC പവർ സപ്ലൈ ഉപയോഗിച്ച് നോക്കിയാലും പ്രൈമറി ഷോർട്ടോ സെക്കൻഡറി ഷോർട്ടോ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫോണിൻ്റെ മദർ ബോർഡിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത്, ഷോർട്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത ശേഷം പുതിയൊരു ബാറ്ററി ഇടുക. കാരണം എന്ന് പറയുന്നത്, അല്ലാതെ നിങ്ങൾ പുതിയൊരു ബാറ്ററി ഇടുകയാണെങ്കിൽ ഇടുന്ന ബാറ്ററി കൂടി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കംപ്ലൈൻ്റ് ആയി പോകും. ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂസും, അതുകൊണ്ട് ബാറ്ററി വീർത്ത് വരിക, അങ്ങനത്തെ പല പ്രോബ്ലംസും റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പോൾ ബോർഡിൽ എന്തെങ്കിലും ഷോർട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പുതിയൊരു ബാറ്ററി ഇടാൻ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് പറയുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതായത് പുതിയൊരു ബാറ്ററി യൂസ് ചെയ്ത ശേഷം ചാർജ് ചെയ്ത് നോക്കുക, എത്രത്തോളം ആംപിയർ ആണ് കയറുന്നത് എന്നുള്ളത് ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ബാറ്ററികളുടെ ആംപിയർ അനുസരിച്ച്, ഓരോ കപ്പാസിറ്റി അനുസരിച്ചും ബാറ്ററി പെർസെൻറ്റേജ് അനുസരിച്ചും ചാർജ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആംപിയറിന് വ്യത്യാസം ഉണ്ടാകും. അതൊരു USB ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നീഷ്യന്മാരുടെ കയ്യിലെല്ലാം കാണും ഇതേപോലുള്ള USB ടെസ്റ്ററും. ഈ ഒരു USB ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ചാർജും പ്രോപ്പറായിട്ടുള്ള ആംപിയർ തന്നെയാണോ കയറുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. കറക്റ്റ് ആംപിയർ ആണ് കയറുന്നത് എങ്കിൽ നല്ല രീതിയിൽ തന്നെ ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ചാർജ് കയറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചാർജിങ് ആംപിയർ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു 4-മത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഡിസ്ചാർജിങ് പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കുക. നിങ്ങൾ ഫോണിൻ്റെ ബാറ്ററി മാറി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകരുത്. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി മാറി നിങ്ങളുടെ കയ്യിൽ ടെക്നീഷ്യൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഫ്ലൈറ്റ് മോഡിൽ ഇടുക. ഓക്കെ,
ചാർജിങ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫോണ് നിങ്ങൾ ഫ്ലൈറ്റ് മോഡിലിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു പെർസെൻറ്റേജ് തന്നെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, യാതൊരു പ്രോബ്ലംസും നിങ്ങളുടെ ഫോണിനില്ല. എന്നാൽ ബാറ്ററി പെർസെൻറ്റേജ് ടപ്പനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ഒരു 2-3% ഒക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുക. ബാറ്ററിക്കോ അല്ലെങ്കിൽ ബോർഡിനോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കുക. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബാറ്ററി മാറി നിങ്ങൾ ബാക്കിയെല്ലാം ചാർജിങ് എല്ലാം നോക്കി അല്ലെങ്കിൽ ഡിസ്ചാർജിങ് എല്ലാം നോക്കി കൊണ്ടുപോകരുത്. ബാക്കി കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ, മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, റിസീവിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സിം എടുക്കുന്നുണ്ടോ, തുടങ്ങി എല്ലാ കാര്യങ്ങളും അവിടെ വച്ച് തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണമെന്ന് പറയുന്നത്, നമ്മൾ ബാറ്ററി മാറുന്ന സമയത്ത് ബോർഡിൽ ചില അനക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബാറ്ററിയൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കിളക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗെയിം റിമൂവറൊക്കെ ഉപയോഗിച്ച് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലിക്വിഡൊക്കെ കയറിയിട്ട് വേറെ എന്തെങ്കിലും കമ്പോണൻസിന് ഡാമേജസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഷോപ്പിൽ നിന്ന് പിന്നീട് പോകാവൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് പിന്നീട് വരികയാണെങ്കിൽ വീണ്ടും തിരിച്ച് നിങ്ങൾ റിട്ടേൺ കൊടുത്ത് നിങ്ങൾക്ക് റെഡിയാക്കിയതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഏകദേശ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.